മഹാരാഷ്ട്രയിലെ അമരാവതി സെൻട്രൽ ജയിലിൽ സ്ഫോടനം നടന്നു. നാടൻ ബോംബാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തൽ. ബോംബ് സ്ക്വാഡ് ജയിലെത്തി, ആർക്കും പരിക്കില്ലെന്ന് റിപ്പോർട്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. പറയൂ ശ്രീനാഥ് ചന്ദ്രൻ. ഇന്നലെ രാത്രി ഏതാണ്ട് 8:30യോടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. അമരാവതി സെൻട്രൽ ജയിലിനകത്ത്, അതായത് അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം എത്തിയത്. ഈ സ്ഫോടക വസ്തു എങ്ങനെ ഉള്ളിലെത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നിലവിലൊരു വ്യക്തതയില്ല. നാടൻ ബോംബാണ് ഉപയോഗിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ബാരക്ക് 6-ലും 7-ലുമാണ്, അതിന് പുറത്താണ് ഈ സ്ഫോടനം നടന്നത്. ഉഗ്ര ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറി ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നാലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സെൻട്രൽ ജയിലിലേക്ക് എത്തി തടവുകാരെയൊക്കെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി മറ്റെവിടെയെങ്കിലും ബോംബുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് വലിയ ഒരു ആശങ്കയാണ് ജയിലിനകത്ത് ആകെ തന്നെ ഉണ്ടായത്. തടവുകാരടക്കം വലിയ തോതിൽ പാനിക് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഏതായാലും നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. പക്ഷേ അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഈ കാര്യത്തിൽ സംഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സെൻട്രൽ ജയിലിനകത്ത് ഈ തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാവുന്ന ഒരു പക്ഷേ രാജ്യത്ത് തന്നെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേർന്നത്.